ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ പെട്ടിയും തൂക്കി എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കും. ഞാനും ചിന്നും കൂടെ ദൃശ്യൻ്റെ ബ്രൈഡ് ടു ബിക്കുള്ള കേക്ക് സെറ്റാക്കാൻ വേണ്ടി കഫേ കേക്കിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്നു അകത്ത് കയറി നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. പക്ഷേ ഏത് കേക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഒത്തിരി ദിവസമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. ആരും എന്നോടൊന്നും ചോദിക്കരുത്. അതിനുശേഷം നമ്മൾ കേക്കൊക്കെ വാങ്ങി നമ്മൾ നേരെ പോകുന്നത് ബ്രൈഡ് ടു ബിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് വാങ്ങിക്കാനാണ്. അതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലില്ല, കാരണം ആ സമയത്ത് ഭയങ്കര തിരക്കിട്ടിട്ടായിരുന്നു ഞാൻ ചിന്നു എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം ദൃശ്യക്ക് സർപ്രൈസ് കൊടുക്കുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് കയറുമായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ലാസ്റ്റ് സ്റ്റേജ് ഫുള്ളായിരുന്നു. കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. എന്നാലും നല്ല ചൂടാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ദൃശ്യം ആരൊക്കെയോ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക്. പിന്നെ അവൾ ഞങ്ങളോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല, കാരണം ഒത്തിരി ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് അടിക്കുന്നുണ്ട് അല്ലേ. സാരമില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ അതിനുശേഷം വീണ്ടും ആൾക്കാർ സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം അവൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കണ്ണാടിയൊക്കെ വെക്കുന്നുണ്ട്. ബ്രൈഡ് ടു ബി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ വന്നിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് തവണ വരുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ദൃശ്യത കണ്ണാടിയൊക്കെ വെച്ച് ക്യാമറാമാൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കി നോക്കും, വിച്ചു ഭയങ്കര സീരിയസ് ആണ്. അതെനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായത്. അവളെ കൊണ്ട് ഈ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസൊക്കെ ചെയ്യിപ്പിക്കുന്നു. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും, നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ. അതിനുശേഷം ദൃശ്യക്ക് ഞാൻ ഈ ബ്രൈഡ് ടു ബീൻ്റെ ഈ സംഭവമില്ലേ അത് ഇട്ട് കൊടുത്തു. അതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഞാൻ ചിന്നുവിനെ ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒത്തിരി ഫോട്ടോസ് ക്യാമറാമാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫാമിലി ആയിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങളത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹറിബറി ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. കാരണം 2 ദിവസം കൊണ്ട് നമ്മൾ നടത്തേണ്ട പ്രോഗ്രാം നമ്മൾ ഒറ്റ ദിവസത്തിൽ നടത്തി തീർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ദൃശ്യേൻ്റെ ബ്രൈഡ് ടു ബി മാത്രമല്ല മെഹന്ദീൻ്റെ ഡ്രസ്സും കൂടിയാണ്. അതിനുശേഷം നമ്മൾ ദൃശ്യൻ്റെ മധുരം കൊടുപ്പാണോ അതോ മധുരം വെപ്പാണോ പറയാം, അതെന്താണെന്ന് എനിക്കറിയില്ല, ആ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിലൊരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ തന്നെ കാണാം. ഞാൻ ആരും സർപ്രൈസ് പൊളിക്കുന്നില്ല. കുഴപ്പമില്ല. അതിനുശേഷം ദൃശ്യ വിച്ചുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു, വിച്ചു തിരിച്ച് വെച്ച് നോക്കുന്നു. പിന്നെ ദൃശ്യ വാവയ്ക്ക് വെച്ച് കൊടുക്കുന്നു. പിന്നെ ഈ ഒരു പരിപാടിയിൽ ഞാൻ ശരിക്കും ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മീനൂട്ടിയെ. കാരണം എന്താണെന്ന് വെച്ചാലേ മീനൂട്ടിക്ക് എക്സാം ആയതുകൊണ്ട് ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മിസ് യു മീനൂട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം. ലവ് യു ആൻഡ് ബൈ.